ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലുസ് സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിൽ ചോദിക്കാൻ പോകുന്ന ആ 3 ചോദ്യങ്ങൾ. മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ്? മാ ദീനുക്ക, നിൻ്റെ ദീൻ ഏതാണ്? മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. എന്നാലേ നമ്മൾ ആദ്യത്തെ ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട വിജ്ഞാനങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ മോന് 4ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്ത്, ഇതൊരു 20 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ അള്ളാഹു എവിടെ എന്ന് പഠിപ്പിക്കുന്ന ആ സമയത്തായിരുന്നു. അപ്പോൾ മോന് ടീച്ചറോട് പറഞ്ഞു, അള്ളാഹു ആകാശത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ടീച്ചർ എന്താക്കി, ഒരു ദിവസം മോനെ ക്ലാസ്സിൻ്റെ മുമ്പിൽ ടീച്ചറെ അടുത്ത് വിളിച്ചിട്ട് ഉറക്കെ ചോദിച്ചു, അള്ളാഹു എവിടെ? അപ്പം മോന് പറഞ്ഞു, അള്ളാഹു ആകാശത്തിലാണ്. അപ്പോൾ ടീച്ചർ പിന്നെ ക്ലാസ്സിൻ്റെ കുട്ടികളിലേക്ക് തിരിഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചു, അള്ളാഹു എവിടെ കുട്ടികളെ, മക്കളെ? അപ്പോൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു, അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. പിന്നെ കൂട്ടച്ചിരിയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കണം, ഇതാണ് മദ്രസയിലും അതേപോലെ CBSE സ്കൂളിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്നിടത്തും ഈ പ്രധാനപ്പെട്ട കക്ഷികൾ പഠിപ്പിക്കുന്നത്. ഇതൊരു ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചർ എന്തുകൊണ്ട് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ള പിഴച്ച വിശ്വാസം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ വിശ്വസിക്കാത്തൊരു വിശ്വാസം ഇവിടെ പഠിപ്പിച്ചു. കാരണം സ്കൂളിലെ സിലബസിൽ എങ്ങനെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ആ ടീച്ചറും ഒന്ന് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ഇത് ശരിയാണോ? അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വലിയ സമൂഹം വഴിതെറ്റാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഖബറിൽ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചേ പറ്റൂ. വതഫ്സീറുഹ അല്ലദീ യുവല്ലിഹുഹ ഖൗലുഹു തആല വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇതിൻ്റെ വിശദീകരണം ഇത് വ്യക്തമാക്കും. ഏറ്റവും അത്യുന്നതനായ അള്ളാഹുവിൻ്റെ ഈ വചനം ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ബാപ്പയോടും അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടും പറഞ്ഞ സന്ദർഭം ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്, അവനൊഴികെ. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. തീർച്ചയായും അവൻ എനിക്ക് സന്മാർഗം നൽകി. അവൻ അതിനെ ആക്കി, ആ വാക്യത്തെ ആക്കി, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി ഒരു വാക്ക്, അതെന്നെന്നും അവശേഷിക്കുന്നത് ആദം അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ. അവർ അള്ളാഹുലേക്ക് മടങ്ങിയേക്കാം, തൗബ ചെയ്ത് മടങ്ങിയേക്കാം. ഇത് സൂറത്ത് സുഖ്റുഫിലെ 43-ാം അധ്യായം 26 മുതൽ 28 വചനാണ്. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു, ഖുർആനിനെ വിശദീകരിക്കുന്ന ഏറ്റവും നല്ല വിശദീകരണം അത് ഖുർആൻ തന്നെയാണ്.
അതുകൊണ്ട് അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിൽ വിശദീകരിക്കുകയാണ്. അത് അൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്. എന്താ പറഞ്ഞത് ഈ ആയത്തിൽ? ഇന്നനി ബറാഉൻ, തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. ഇതെന്താ? ഇത് നിഷേധമാണ്. ലാ ഇലാഹ നിഷേധമാണ്, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. എല്ലാ ആരാധിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്നും ഞാൻ ഒഴിവാണ്. എന്നിട്ടെന്താ വചനം പറയുന്നത്? ഇല്ലല്ലദീ ഫതറനീ, എന്നെ സൃഷ്ടിച്ച അവൻ ഒഴികെ. അപ്പോൾ ഇതെന്താ? ഇല്ലല്ലാ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ഇത് സ്ഥിരീകരണമാണ്. അതുകൊണ്ട് ഈ വചനത്തിൽ പൂർണ്ണമായ വിശദീകരണമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയുടെ നിഷേധമുണ്ട്, സ്ഥിരീകരണമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.